തൃശൂർ മുരിങ്ങൂരിൽ ദേശീയപാതയിൽ വീണ്ടും സർവീസ് റോഡ് ഇടിഞ്ഞു. വീടുകളിലേക്കും സ്ഥാപനങ്ങളിലേക്കും വെള്ളം കയറി. രണ്ടാം തവണയാണ് ഈ ഭാഗത്ത് സർവീസ് റോഡ് ഇടിയുന്നത്. നേരത്തെ റോഡ് ഇടിഞ്ഞപ്പോൾ വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്ന് കലക്ടർ അടക്കമുള്ളവർക്ക് നിർദ്ദേശം നൽകിയിരുന്നു. അശാസ്ത്രീയമായ നിർമ്മാണങ്ങൾ മൂലമാണ് റോഡ് ഇടിയുന്നതെന്നാണ് നാട്ടുകാരും ജനപ്രതിനിധികളും ആരോപിക്കുന്നത്. ഈ എൻഎച്ചിന്റെ അശാസ്ത്രീയമായ നിർമ്മാണത്തിനെതിരെ ഞങ്ങൾ വർഷങ്ങളായിട്ടും അല്ലെങ്കിൽ ഈ ഇടയായിട്ടും കുറെ നിരന്തരമായിട്ടുള്ളതായ ഒരു പ്രതിഷേധത്തിന്റെ ഭാഗമാണ്. കഴിഞ്ഞ ഇതിൽ കളക്ടർ അടക്കം വന്നപ്പോൾ ഞങ്ങൾ ചൂണ്ടിക്കാണിച്ച ഏറ്റവും വലിയൊരു വിഷയമാണ് ഈ തെക്ക് ഭാഗത്ത് നിന്ന് വരുന്ന ഈ വെള്ളത്തിന് ഒരു മുഴുവൻ തോടിട്ട് ഇവിടെ ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഈ വെള്ളം എങ്ങും പോകാനായിട്ട് യാതൊരു മാർഗമില്ല. ഓപ്പോസിറ്റ് ആണെങ്കിൽ ഇപ്പൊ റോഡ് ഇടിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. രാത്രിയാവുമ്പോഴേക്കും അത് ഭയങ്കര വിഷയത്തിലേക്ക് തന്നെ പോകുന്ന ഒരു അവസ്ഥയാണ്. വണ്ടികൾക്ക് ഭയങ്കര അപകടാവസ്ഥയിൽ തന്നെയാണ് അതും കിടക്കുന്നത്. രണ്ട് ഭാഗവും ബ്ലോക്കായി കിടക്കുക. ഈ ഡ്രെയിനേജിന്റെ അവിടെ ഇവിടെ ബ്ലോക്കാ. നിറഞ്ഞ വെള്ളം. നടരാജുണ്ട് വിവരങ്ങൾ നൽകാനായി. നടരാജ്, ഈ ദേശീയപാതയിൽ പ്രത്യേകിച്ച് ഈ ചാലക്കുടി മേഖലകളിലും മുരിങ്ങൂർ മേഖലയിലൊക്കെ ഈ ഗതാഗതക്കുരുക്കും രൂക്ഷമാണ്. അതിനിടയിലാണ് ഇപ്പോൾ മണ്ണിടിച്ചിലും ഉണ്ടായിരിക്കുന്നത്. മണ്ണിടിച്ചിൽ എപ്പോഴാണ് സംഭവിച്ചത്? എന്ത് നടപടിയാണ് ദേശീയപാത അതോറിറ്റി ഇതുമായി ബന്ധപ്പെട്ട് സ്വീകരിച്ചത്? രാവിലെ മുതൽ ശക്തമായ മഴയാണ് പെയ്തത്. ഇതിനെ തുടർന്നായിരിക്കണം സ്വാഭാവികമായും ഈ ഭാഗത്ത് ഇത്തരത്തിൽ ഒരു തവണ ഉണ്ടായതാണ്. അന്ന് ജില്ലാ കളക്ടർ തന്നെ ഹൈക്കോടതിയിൽ ഇത്തരം കാര്യങ്ങളൊക്കെ ബോധിപ്പിക്കുകയും ചെയ്തിരുന്നു. അതിന് ശേഷം അന്ന് ടോൾ പുനഃസ്ഥാപിക്കാൻ വിശ്രമിച്ച് ഹൈക്കോടതി പിന്നീട് ടോൾ പുനഃസ്ഥാപിക്കുന്നൊക്കെ നമ്മൾ കണ്ടതാണ്. മുരിങ്ങൂരിൽ ഇന്ന് വീണ്ടും ഇത്തരത്തിൽ ദേശീയപാതയ്ക്ക് അടുത്തുള്ള സർവീസ് റോഡിൽ ഇത്തരമൊരു മണ്ണിടിച്ചിൽ ഉണ്ടായി. അശാസ്ത്രീയ നിർമ്മാണം മൂലമാണ് ഇത്തരം സംഭവങ്ങൾ ഉണ്ടാവുന്നതെന്നാണ് നാട്ടുകാർ ആരോപിക്കുന്നത്. ഇടിഞ്ഞ ഭാഗത്തിന്റെ എതിർവശത്തുള്ള വീടുകളിലേക്ക് തന്നെ വെള്ളം ഒഴുകി കയറി എന്നുള്ളതാണ് സങ്കടകരമായ കാര്യം. ഇത് രണ്ടാം തവണയാണ് ഇത്തരത്തിൽ സംഭവിക്കുന്നത്. എന്തായാലും എന്ത് നടപടിയാണ് സ്വീകരിക്കുക എന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ല. ശരി നടരാജ്. സ്വർണ്ണവില